സ്തുതി മദ്ബഹാമുമ്പിൽ. ഹല്ലേലൂയ. ബാർഖിമോർ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബാർഖിമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഉദ്ഘോഷിക്കുന്ന വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ശിവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹാ തമ്പുരാൻ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവയൊക്കെ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു പരീക്ഷനുണ്ടായിരുന്നു. അയാൾ യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നു. അവൻ രാത്രിയിൽ യേശു തമ്പുരാന്റെ അടുക്കൽ ചെന്ന്, ഗുരു, നീ ഉപദേഷ്ടാവായി ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് ഞങ്ങൾക്കറിയാം. എന്തെന്നാൽ ദൈവം തന്നോടുകൂടിയുള്ളവനല്ലാതെ മറ്റൊരുവൻ അങ്ങ് പ്രവർത്തിക്കുന്ന ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട്, വീണ്ടും ജനിക്കാതെ ഒരുവനും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ലെന്ന് ഞാൻ സത്യമായും സത്യമായും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, വൃദ്ധനായ ഒരു മനുഷ്യന് എങ്ങനെ വീണ്ടും ജനിപ്പാൻ കഴിയും? അയാൾക്ക് രണ്ടാമതും തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ പ്രവേശിക്കുവാനും ജനിക്കുവാനും കഴിയുമോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവനോട് ഇപ്രകാരം ഉത്തരം പറഞ്ഞു, ഒരുവൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ സത്യമായും സത്യമായും നിന്നോട് പറയുന്നു. ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവും ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവും ആകുന്നു. നിങ്ങൾക്ക് വീണ്ടും ജനിക്കുവാൻ ന്യായമുണ്ടെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ ആശ്ചര്യപ്പെടേണ്ട. കാറ്റ് അതിന് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന് ശബ്ദം നീ കേൾക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നീ അറിയുന്നില്ല. ആത്മാവിൽ ജനിക്കുന്ന ഏതൊരാളുടെ അവസ്ഥ അപ്രകാരമാകുന്നു. നിക്കോദിമോസ് അവനോട്, ഇവ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ ഉത്തരമായിട്ട് അവനോട് പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇവ അറിയുന്നില്ലല്ലോ. ഞാൻ സത്യമായും സത്യമായും നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നതിനെ സംസാരിക്കുകയും കണ്ടതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞാൻ ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ബാറഖമോർ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. നിർമ്മലമാമോദീസായും പാവന സഭയും ഏവം കോമള സോദരിമാർ വേറെ എങ്ങുള്ളു മർമ്മമദൃശ്യം രണ്ടിനുമുണ്ടൊരുവൾ പേറ്റിടുന്നു മറ്റവൾ പോറ്റുന്നു മാമോദീസായാത്മികനാം പൈതലിനെ നീരിൽ നിന്നുളവാക്കും സഭയതിനെ കൈക്കൊണ്ടർപ്പിക്കും. ഹല്ലേലൂയ. കർത്താവിൻ പക്കൽ. ബാർഖിമോർ